കെഎസ്ആർടിസി ബസ്സിലെ പ്രിയദർശിനി പദ്ധതിയുടെ ആഘാതം പഠിക്കാൻ ഗതാഗത വകുപ്പ് വിദഗ്ധ സമിതിയെ നിയോഗിക്കും. സ്വകാര്യ ബസ്സുകളുടെ നഷ്ടമടക്കം സമിതി പഠിക്കും. സനിസ ശോഭ ചന്ദ്രനോട് വിശദാംശങ്ങളുമായി. സനിസ, ഈ സർക്കാരിന്റെ ഏറ്റവും ജനകീയമായ ഒരു പദ്ധതിയായിരുന്നു. എന്നാൽ സ്വകാര്യ ബസ് ഉടമകൾക്ക് അതിൽ വലിയ നഷ്ടമുണ്ടെന്നുള്ള ഒരു വലിയ രീതിയിലുള്ള ആക്ഷേപം ഉയർന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നടപടി. ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കുമായി സർക്കാർ നടപ്പിലാക്കിയ ഒരു സുപ്രധാന പദ്ധതിയാണിത്. എന്നാൽ ഇതുമൂലം വരുമാന നഷ്ടവും പ്രതിസന്ധികളും ഉണ്ടെന്ന് സ്വകാര്യ ബസ് ഉടമകൾ പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ പ്രതിസന്ധികൾ പഠിക്കാൻ ഗതാഗത വകുപ്പ് വിദഗ്ധ സമിതിയെ നിയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പദ്ധതി ആരംഭിച്ചതോടെ തങ്ങളുടെ കളക്ഷൻ കുത്തനെ ഇടിഞ്ഞെന്നും പ്രതിദിനം വലിയ തുകയുടെ നഷ്ടം നേരിടുന്നുണ്ട് എന്നുമാണ് സ്വകാര്യ ബസ് ഉടമകൾ പരാതിയായിട്ട് ഗതാഗത വകുപ്പിനെ അറിയിച്ചിരിക്കുന്നത്. ഈ പ്രിയദർശിനി സർവീസുകൾ ആരംഭിച്ച ശേഷം സ്വകാര്യ ബസ് ഉടമകൾക്കുണ്ടായ യഥാർത്ഥ സാമ്പത്തിക ആഘാതമായിരിക്കും സമിതി പരിശോധിക്കുക. കൂടാതെ കെഎസ്ആർടിസിയും സ്വകാര്യ ബസ് ഉടമകളും ഒരേ സമയം ഒരേ റൂട്ടിൽ ഓടുന്ന സാഹചര്യം ഒഴിവാക്കാൻ റൂട്ട് മാപ്പിംഗും ഷെഡ്യൂളും അടക്കം നടത്താനുള്ള ഏകോപനം അടക്കം നടത്താൻ ഈ സമിതിയുടെ പഠനത്തോടെ തീരുമാനമാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടിക്കറ്റ് ഇതര വരുമാന മാർഗങ്ങൾ കെഎസ്ആർടിസിക്ക് സമാനമായി സ്വകാര്യ ബസ്സുകൾക്കും പരസ്യങ്ങളിലൂടെയും മറ്റ് അധിക വരുമാനം കണ്ടെത്താനുള്ള സാധ്യതകൾ സമിതി നിർദ്ദേശിക്കുമെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഈ സ്വകാര്യ ബസ് ഉടമകളുടെ പരാതിയെ തുടർന്ന് ഒരു സമിതിയെ നിയോഗിച്ചുകൊണ്ട് ആഘാത പഠനം നടത്താനാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് ഒരുങ്ങിയിരിക്കുന്നത്. സോന. ശരി, സനിസ ശോഭ ചന്ദ്രനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.